ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ്. അപ്പം എന്നും പറയുന്ന പോലെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ 4 ചീതപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് കൊണ്ടുവന്നിട്ട് 2 ദിവസമായിട്ടോ. പഴുക്കാത്തതാണ്, ബാക്കിയുള്ളതെല്ലാം എനിക്ക് പഴുത്തതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല പച്ചയാണ് ഇതുള്ളത്. നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒട്ടും ഇത് ഞെങ്ങുന്നില്ല. ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഇതുപോലെ പഴുക്കാത്തതൊക്കെ ഫ്രൂട്ട്സ് ആണെങ്കിലും അരിയിൽ പൂഴ്ത്തി വെക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഇതുപോലെ അരിയിൽ പൂഴ്ത്തിയ സമയത്ത് ആ ഒരു വെച്ച ഭാഗത്തുള്ള അരി എനിക്ക് കേടായിപ്പോയി. അതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ന് കാണിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പഴയൊരു കുക്കറാണ്. ഈ ഒരു കുക്കർ ഞാൻ ഒഴിവാക്കിയിട്ടുള്ള കുക്കറാണ് കേട്ടോ. കുക്ക് ചെയ്യാനൊന്നിനും ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കുക്കർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. ഞാൻ ആദ്യം ഒരു ന്യൂസ് പേപ്പർ എടുത്ത് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കത്തിച്ച ന്യൂസ് പേപ്പർ ഈ ഒരു കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മേലെ തന്നെ ഒന്നുകൂടെ വലിയൊരു പേപ്പർ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് നമുക്കത് ആളി കത്താതെ പുകയോട് കൂടി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് പഴമാണോ പഴുപ്പാവാത്തത് വെച്ചാൽ അത് വെച്ചതിന് ശേഷം ആ പുക പോകുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം. ഒട്ടും ആ ഒരു പുക പുറത്തേക്ക് പോകാത്ത രീതിയിൽ വേണം കേട്ടോ അടച്ചെടുക്കാനായിട്ട്. രാവിലെ 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യുന്ന സമയത്ത്. ഇനി വൈകുന്നേരം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ 10 മണിക്ക് വെച്ചിട്ട് വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോഴാട്ടോ എനിക്കൊരു ഓർമ്മ വന്നത് ഇതിൻ്റെ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിത് ഓപ്പൺ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ ഒരു ചീതപ്പഴം കാണിച്ചിരുന്ന സമയത്ത് ഒട്ടും അത് ഞെങ്ങിപ്പോയിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. എന്നാൽ എനിക്കിതിപ്പോൾ നല്ലപോലെ പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതുപോലെ നമ്മൾ വെക്കുന്നതുകൊണ്ട് വാടച്ചോയോ അതല്ലെങ്കിൽ പുകയുടെ ടേസ്റ്റൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. ഒട്ടും ടേസ്റ്റ് വ്യത്യാസമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ എനിക്ക് കണ്ടില്ലേ, എല്ലാ സീതപ്പായും ഇതുപോലെ പക്കയായിട്ട് പഴുത്തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഒഴിവാക്കിയ കുക്കറും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോവാം. സാധാരണയായിട്ട് കുക്കർ യൂസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും നേരിടുന്നൊരു പ്രശ്നം തന്നെയാണ് ആ ഒരു വിസിലടിക്കുന്ന സമയത്ത് കുക്കറിൻ്റെ നാനാ ഭാഗത്തൂടെയും അത് സ്പ്രെഡ് ആവുക എന്നുള്ളത്. എന്നിട്ട് അത് ഗ്യാസിലേക്ക് വന്നിട്ട് ബർണർ കത്താതെ ആവുക, അതല്ലെങ്കിൽ ബർണറിൻ്റെ ഹോൾസ് അടഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് സേഫായിട്ട് ഗ്യാസ് ക്ലീനായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണിത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് 2 കോട്ടൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള തുണി തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം 2 കുഞ്ഞു പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ വലിയൊരു പീസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് നനച്ചെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു റിങ്ങാണ്. അപ്പോൾ റിങ് മാത്രം വെച്ച് കൊടുത്തിട്ട് ഒരു കാര്യമല്ല. വിസിലടിക്കുന്ന സമയത്ത് ആ ഒരു റിങ്ങിൻ്റെ സൈഡിലൂടെയൊക്കെ ഉള്ളിലുള്ള കറിയൊക്കെ പുറത്തോട്ട് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ ആ ഒരു റിങ്ങിൽ ഞാൻ ചെയ്യുന്നത് നനച്ചെടുത്ത ഒരു കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ, ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. ഇതുപോലെ തുണി നമ്മൾ ചുറ്റാനെടുക്കുമ്പോൾ കോട്ടൺ തുണി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പോളിസ്റ്റർ ഒന്നും ഒരു കാരണവശാലും എടുക്കരുത്. അപ്പോൾ ഞാനൊരു പീസ് ചുറ്റിയെടുത്തതിന് ശേഷം രണ്ടാമത്തെ പീസ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വലിയൊരു പീസും ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ കുക്കറിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അടയാത്ത രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്ന് വിസിലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളതും എന്നാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതാ കുക്കർ വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി വിസിൽ വരുന്ന സമയത്തൊക്കെ എനിക്ക് ഈ കുക്കറിലേക്കും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിലേക്കൊക്കെ നല്ലപോലെ സ്പ്രെഡ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, ഒട്ടും എനിക്ക് സ്പ്രെഡായിട്ടില്ല. മറ്റേത് ഒത്തിരി കറി സ്പ്രെഡായിട്ട് കുക്കറിലും ഗ്യാസ് സ്റ്റൗവിലും സൈഡിലുള്ള ടൈൽസിലൊക്കെ ആവാറുണ്ട്. ഇതാ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ഒഴിവാക്കിയിട്ടുള്ള കുക്കറും നല്ല നീറ്റായിട്ടുള്ള കോട്ടൺ പീസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം.
ഇനി ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിലുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും. ഒന്നുകിൽ ലിഡ് പൊട്ടിപ്പോയതോ അതല്ലെങ്കിൽ ലിഡ് കാണാത്തതൊക്കെ ആയിട്ടുള്ള ബോട്ടിൽ, അതെല്ലാം നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാറാണ് പതിവ്, അതല്ലെങ്കിൽ ഒഴിവാക്കി കളയും. എന്നാൽ ഇതുപോലെയുള്ള ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 കിടിലൻ യൂസേജാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതുപോലെ ഒഴിവാക്കിയിട്ടുള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ എത്ര വലുതായാലും ചെറുതായാലും കിച്ചണിൽ നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. ഇതുപോലെയുള്ള മസാല കവറുകളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും. ചില ആളുകളൊക്കെ ഇതുപോലെയുള്ള മസാലകളൊക്കെ ബോട്ടിലാണ് കീപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇത് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാൻ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഭൂരിഭാഗവും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കളയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള മസാലകളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിത് എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഭൂരിഭാഗവും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ മസാലകളും അങ്ങനെ തന്നെയാണ് ഇട്ടുള്ളത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഏത് മസാലയിലും ഇല്ല. അപ്പം ഞാനിത് കണ്ടോ, ഇത് ലെയറൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാനിതുപോലെ ഇതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഒറ്റ റബ്ബർ ബാൻഡാണ്. ഈ ഒരു റബ്ബർ ബാൻഡ് 2 ചുറ്റായിട്ട് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു കവറിൽ ഇതുപോലെ 2 ചുറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 ചുറ്റിലൊരു ഭാഗത ഒരു സൈഡിലേക്ക് ഇതുപോലെ നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് കീപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോട്ടിലാണ്. രണ്ടാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മീറ്റ് മസാലയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് അത്യാവശ്യം മസാലയുണ്ട്. ഞാൻ ഒറ്റ തവണ മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു രീതിയിൽ മടക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഒത്തിരി മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ചുറ്റായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം എന്താ ഒരു സൈഡ് നമുക്കിതിൽ ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ളത് ഇതേ ബോട്ടിലാണ്. അപ്പോൾ ഇതുപോലെ ഒഴിവാക്കിയിട്ടുള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മസാലകളൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്ക് പ്രാണികളൊന്നും കയറിയിട്ട് അത് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സാധാരണയായിട്ട് നമ്മളിതുപോലെയുള്ള മസാലകളൊക്കെ നല്ല രീതിയിലല്ല കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിനുള്ളിലേക്ക് പ്രാണികൾ കയറിയിട്ട് അത് വേസ്റ്റായിട്ട് പോവാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും വേസ്റ്റ് ആവാതെ നമുക്കത് വീണ്ടും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ ഒഴിവാക്കിയിട്ടുള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് ലിഡ് നന്നായിട്ട് ടൈറ്റായിട്ടുള്ള ബോട്ടിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ ബാക്കി വന്നിട്ടുള്ള എല്ലാ മസാല പൗഡറുകളും ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പലപ്പോഴും നമുക്ക് ഉപകാരമില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കുന്നത് കൊണ്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത ഒത്തിരി ഉപയോഗങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ അതേ ബോട്ടിൽ വെച്ചിട്ട് കാണിക്കുന്ന രണ്ടാമത്തെ ടിപ്പാണ്. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്തി, അതുപോലെ പപ്പടക്കോല്, ലൈറ്ററുകൾ, ഇതൊക്കെ ചില സമയത്ത് നമ്മൾ മോർണിംഗിലൊക്കെ തിരക്ക് പിടിച്ച സമയത്ത് കാണാണ്ട് വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ ലിഡൊക്കെ പോയതോ അതല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുള്ളൊക്കെ ബോട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്കിതൊന്നും തിരഞ്ഞ് സമയം പോവുകയില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനും നമ്മുടെ ജോലി വളരെ എളുപ്പത്തിൽ നമുക്ക് തീർക്കാനും പറ്റും കേട്ടോ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു നെക്ക് പോർഷൻ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കത്തി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു ഭാഗം വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആഴത്തിൽ തന്നെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ അതാ ഒരു സൈഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തി വീണ്ടും ചൂടാക്കി നേരത്തെ ഞാൻ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ഈ ഒരു സൈഡും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ നിന്ന് കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോട്ടിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേണായിട്ട് നിൽക്കും. ഇനി ഒന്നുകൂടെ നമുക്ക് സ്റ്റേണായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഉലുവ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് വെച്ചിട്ട് എന്താണ് ഉപയോഗം എന്നുള്ളത്. അപ്പോൾ അത് വളരെ നമുക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു മൊബൈൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബോട്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ,
അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫോൺ സ്റ്റാൻഡായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ വീഡിയോസ് എടുക്കാനായാലും നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിത് ഈ ഒരു ബോട്ടിൽ ഇതുപോലെ നീക്കുന്ന സമയത്ത് പോലും ഫോണ് താഴെ വീഴുന്നില്ല കേട്ടോ. സേഫായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കിച്ചണിലൊക്കെ വർക്കുള്ള സമയത്തൊക്കെ നമുക്കിതുപോലെ ഫോണൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ സേഫായിട്ട് തന്നെ കാണാൻ സാധിക്കും. കൗണ്ടർ ടോപ്പിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ആവുകയോ അതല്ലെങ്കിൽ നമ്മൾ എണ്ണമയത്തോടു കൂടിയൊക്കെ ഫോണ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ താഴെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതുപോലെ നമ്മൾ കാണുകയാണെങ്കിൽ ഫോണ് താഴെ വീഴുന്നുള്ള ടെൻഷനോ ഒന്നുമില്ലാതെ ഫോണ് സേഫായിട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോസ് കാണാനും നമ്മുടെ ജോലികൾ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒത്തിരി ക്യാഷ് മുടക്കിയിട്ട് ഫോൺ സ്റ്റാൻഡോ ട്രൈപോഡൊന്നും യൂസ് ചെയ്യാതെ നമുക്കിതുപോലെ 0 ബഡ്ജറ്റിൽ ഒരു കിടിലൻ ഫോൺ സ്റ്റാൻഡ് തന്നെ റെഡിയാക്കി എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.